ബൊഗെയിൻവില്ല അഥവാ നമ്മുടെ കടലാസ് പൂച്ചെടി. കേരളത്തിൽ നവംബർ മുതൽ മെയ് വരെയുള്ള കാലഘട്ടമാണ് ഈ ഒരു പൂവിൻ്റെ സീസൺ. വേനൽക്കാലത്ത് മറ്റു പല ചെടികളും ക്ഷീണിച്ചിരിക്കുമ്പോഴും ബൊഗെയിൻവില്ല ഏറ്റവും നന്നായി പൂക്കുന്നത് കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ സമ്മർ ക്യൂൻ എന്നും വിളിക്കാറുണ്ട്. ബൊഗെയിൻവില്ല ഏറ്റവും നന്നായി പൂവിടാനുള്ള സംരക്ഷണ രീതികളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കിയാലോ. അതിലൊന്നാമത്തെ കാര്യമാണ് സൺലൈറ്റ്. ദിവസം കുറഞ്ഞതൊരു 6 മണിക്കൂർ നേരിട്ട് സൂര്യപ്രകാശം ഈ ചെടിക്ക് കിട്ടുന്ന രീതിയിൽ വേണം ഇതിനെ നമ്മൾ നടാനായിട്ട്. ഓപ്പൺ ആയിട്ടുള്ള മുറ്റം, ടെറസ്, വെയിലടിക്കുന്ന ബാൽക്കണി ഇവയെല്ലാം ഇതിന് ആപ്റ്റായിട്ടുള്ള സ്ഥലങ്ങളാണ്. തണലിൽ വെച്ച ഇലകൾ ധാരാളം ഉണ്ടാവും, പക്ഷെ പൂക്കൾ കുറവായിരിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വെള്ളം കൊടുക്കേണ്ട രീതിയാണ് ഇതിന്. അതായത് നന കുറഞ്ഞാൽ പൂവ് കൂടും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കാര്യം. അതായത് നന്നായി മണ്ണ് നനഞ്ഞുണങ്ങിയാൽ മാത്രം വെള്ളം കൊടുക്കുക. ആഴ്ചയിൽ 2-3 നനയാണ് ഈ ചെടിക്ക് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. മെയിനായിട്ട് ഇതിൻ്റെ കടക്കിൽ വെള്ളം കെട്ടി നിർത്താതിരിക്കാൻ ശ്രദ്ധിക്കുക. മഴക്കാലത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. മഴക്കാലം പൂവുണ്ടാവുന്ന ഒരു സീസൺ അല്ല, പക്ഷേ അപ്പോഴത്തെ പരിചരണമാണ് ഇത് വേനൽക്കാലത്ത് എത്രമാത്രം പൂ ഇതിലുണ്ടാവും എന്നുള്ളത് തീരുമാനിക്കുന്നത്. മൂന്നാമത്തെ കാര്യം ഇതിൻ്റെ കമ്പ് മുറിക്കുന്നതിനെ കുറിച്ചാണ്. അതായത് പുതിയൊരു ശാഖയിൽ മാത്രമേ ഈ പൂക്കൾ ഉണ്ടാവുകയുള്ളൂ. പഴയ ശാഖകൾ പൂവുണ്ടായതിനു ശേഷം വെട്ടിമാറ്റുക. അതുപോലെ ബലമില്ലാത്ത ശാഖകൾ നീക്കം ചെയ്യുക. വർഷത്തിലൊരു 2-3 തവണ ഇത് ഫോളോ ചെയ്യുക. നാലാമത്തെ കാര്യമാണ് വളപ്രയോഗം. പൂക്കൾ ഉണ്ടാവാൻ സഹായിക്കുന്ന വളം മാത്രം കൊടുക്കാൻ ശ്രമിക്കുക. മാസത്തിലൊരിക്കൽ എല്ലുപൊടി, അതുപോലെ വാഴപ്പിണ്ടി വേരിനടുത്ത് കുഴിച്ചിടുക. അതുപോലെ ആഴ്ചയിലൊരിക്കൽ മീൻ കഴുകിയ വെള്ളം കൊടുക്കുക. പൂത്ത് തുടങ്ങുമ്പോൾ മാത്രം NPK വെള്ളം കൊടുക്കുക. അതുപോലെ എപ്സം സാൾട്ട് 1 ടേബിൾ സ്പൂൺ എടുത്തിട്ട് 4 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് മാസത്തിലൊരിക്കൽ കൊടുക്കുക. യൂറിയ പോലുള്ള നൈട്രജൻ വളങ്ങൾ ഒഴിവാക്കുക. ഇതിട്ടാൽ ഇലകൾ നന്നായിട്ടുണ്ടാവും, പക്ഷെ പൂക്കൾ കുറവായിരിക്കും. അഞ്ചാമത്തെ കാര്യം ഈ ചെടി നടാൻ ഉപയോഗിക്കുന്ന മണ്ണിനെക്കുറിച്ചും ചട്ടീനെക്കുറിച്ചൊക്കെയാണ്. വെള്ളം വേഗം ഇറങ്ങുന്ന മണ്ണ് വേണം ഇതിന് ചൂസ് ചെയ്യാൻ. മണ്ണ്, മണൽ, കമ്പോസ്റ്റ് ഇതൊരു 2:1:1 നമ്മൾ ചട്ടിയിൽ വെച്ചിട്ട് ഈ ചെടി നടുകയാണെങ്കിൽ കുറച്ച് ബെറ്റർ ആയിരിക്കും. ചെറിയ ചട്ടിയിൽ കൂടുതൽ പൂക്കളുണ്ടായിരിക്കും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു രീതി. ആക്ച്വലി ബൊഗെയിൻവില്ല എന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രം പരിചരണം ആവശ്യമുള്ളൊരു ചെടിയാണ്. കുറഞ്ഞ വെള്ളവും കനത്ത ചൂടും ചെറിയ പരിചരണവും എന്നിട്ടും അത് പൂത്ത് തളിർത്ത് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുറഞ്ഞ പരിചരണത്തിൽ പോലും നിറഞ്ഞു പൂക്കുന്ന ബൊഗെയിൻവില്ല നമ്മളെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം എന്താ? സാഹചര്യങ്ങൾ എത്രയായാലും നമ്മൾ നമ്മുടെ നിറം നഷ്ടപ്പെടുത്തരുത്. ഈ വീഡിയോ ഇവിടെ വരെ കണ്ട നിങ്ങൾ എന്തായാലും ഒരു ബൊഗെയിൻവില്ല ഇഷ്ടമുള്ള ആളുകളായിരിക്കും. അതുപോലെ തന്നെ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് തരാൻ മറക്കരുത്. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.